ഹലോ, എല്ലാവർക്കും എന്നോട് വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു എൻ്റെ ഗാർഡനിലെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാനാണ്. നിങ്ങൾക്ക് യു കെയിലുള്ള ഓരോ സമയത്തും എന്തൊക്കെ പൂക്കളും കായകളും ഒക്കെ ഉണ്ടാകുന്നു എന്നൊക്കെ അറിയാനായിട്ട് ആഗ്രഹമില്ലേ? അപ്പോൾ ഇതിനും ഞാനാണെങ്കിൽ ലാസ്റ്റ് എൻ്റെ ഗാർഡൻ അപ്ഡേറ്റ്സ് ഞാൻ കാണിച്ചത് നിറയെ ട്യൂലിപ്സ് ഉണ്ടായി നിൽക്കുന്നു. പിന്നെ ഞാനിവിടെ നിൽക്കുന്ന എൻ്റെ മരം ഇതുണ്ടോ നിങ്ങൾ കാണിച്ചു. അതിൽ പൂക്കൾ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു നിങ്ങളെ ഞാൻ കാണിച്ചിരുന്നത്. അപ്പം അതിൻ്റെ പൂക്കളെല്ലാം പോയി. പിന്നെ പൊഴിഞ്ഞത് അടിച്ചു വരുന്നത് ഞാൻ കാണിച്ചായിരുന്നു. ഇതിനകത്ത് പച്ച ഇലകൾ മാത്രമേ ഉള്ളൂ. അപ്പം എന്തൊക്കെയാണ് എൻ്റെ ഗാർഡനിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണണ്ടേ? അപ്പം നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് ഒരു ചേഞ്ചായിട്ട് പുറകിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പോകാം. സാധാരണ ഞാൻ എൻ്റെ ഫ്രണ്ട് ഗാർഡനിൽ നിന്നാണ് ബാക്കിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് പുറകിൽ നിന്ന് പോകാം. ഓക്കെ, അപ്പം ഞാൻ ക്യാമറ തിരിച്ചിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പം അന്ന് ഞാൻ മേടിച്ചുകൊണ്ടൊന്ന് കുഴിച്ച് വെച്ച ചെടികളാണിത്. ഇതിൻ്റെ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ടല്ലേ, ഇതിൻ്റെ പൂക്കൾ. അപ്പം ഇതാണ് അടുപ്പിച്ച് വെച്ചിട്ട് കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. അതൊരു ഇല്ലാത്ത കളറ്, പക്ഷേ ഇത് കണ്ടോ ഇവിടുത്തെ പ്രാണികളെല്ലാം ഇത് തിന്നുന്നത് കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടോ മൊത്തത്തിനൊക്കെ സ്പ്രേ അടിക്കണം. ഭയങ്കര പ്രാണിശല്യമാണ് ഇപ്പം. അതെ, അതിൻ്റെ മറ്റേ കളർ നിറച്ച് പോകുന്നുണ്ട്. അതിൻ്റെ ഞാൻ ഫോട്ടോ അടുപ്പിച്ച് നിങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അന്ന് ഞാൻ റീപോർട്ടിംഗ് ഒക്കെ ചെയ്ത് ഞാൻ മോനും കൂടെ. അതാണ് കേട്ടോ ഇത്. പിന്നെ അത് തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. അത് നമ്മുടെ ആ സെയിം തന്നെ ഞാൻ ചെയ്താണ്. അങ്ങനെ ഇതിങ്ങനെ എല്ലാ സൈഡിലുമാണ് വെച്ചത്. ഇത് ഉണങ്ങി. പിന്നെ ഇത് തിരി താഴത്തേക്കൊക്കെ പോവുകയാണ്, അതുകൊണ്ടാണ്. പിന്നെ ഈ മരം നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ അതിനകത്ത് ഇനി പൂക്കളൊന്നുമില്ല, ഇനി കാണിക്കാൻ ഒന്നുമില്ല. പിന്നെ വേറൊരു ചെടിയും പൂവാണ് ഇത്. ഇങ്ങനെ നമ്മുടെ ഈ മെയ് മാസപ്പുലരിയില്ലേ, അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. പേരൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ മെയ് മാസപ്പുലരി പിങ്കിഷ് റെഡ് അങ്ങനെയൊരു കളറല്ലേ. ഇതാണ് ഈ കളർ കേട്ടോ. ഇവിടുത്തെ കളർ ഇതാണ്. എനിക്കറിയില്ല അതാണോന്ന് പോലും എനിക്കറിയില്ല. പിന്നെ നമ്മുടെ ബേഡ് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇത് നിങ്ങളെൻ്റെ ഗാർഡനിങ് വീഡിയോ കണ്ടിന്യൂസ് കാണുന്നവരാണെങ്കിൽ അറിയാം. ഇത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് 2 വർഷം മുമ്പ് അൽദിന്ന് റെഡ്യൂസ് പ്രൈസിൽ കിടന്നതാണ്. അത് മേടിച്ചതാണ്. ഇതിനകത്ത് വേറെ പൂക്കളൊക്കെ ഉണ്ടാവും. അതൊക്കെ പൂക്കളാകുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് വേറെ ദിവസം വരാം. ഓക്കെ. പിന്നെ ഇതും വേറൊരു ചെടി ഞാനങ്ങനെ റെഡ്യൂസ് പ്രൈസിൽ കിടന്നപ്പം മേടിച്ച് അത് ഉണങ്ങിപ്പോയതായിരുന്നു. അതിനെ ഞങ്ങൾ രക്ഷപ്പെടുത്തത് ഇവിടം വരെ ആക്കിയതാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് പോരുമ്പം നമ്മുടെ ഇവിടെ ഇതിനും കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പം ഇത് വേറൊരു ചെടിയാണ്. ബാക്കി അങ്ങോട്ടൊക്കെ ഒന്നും ഞാൻ കുഴിച്ച് വെച്ചത് അധികം ഇല്ല, അത്രയൊക്കെ ഉള്ളൂ അവിടെ. പിന്നെ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനിൽ ഈ മല്ലിയില നന്നായിട്ട് പിടിച്ചു. ഇതും കുഴപ്പമില്ല, പക്ഷെ ബാക്കിയൊക്കെ ഒന്നും സുഖമായിട്ട് വന്നിട്ടില്ല. ഇത് അവിടെ അടുക്കിരിക്കുന്ന കേട്ടോ. അപ്പം അന്ന് പാർട്ടി വന്നപ്പോൾ ഇങ്ങോട്ടെടുത്ത് മാറ്റി. ഇതിൽ നിറച്ച് പൂക്കളുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് ഞാൻ വേറെ ദിവസം കാണിക്കാം. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഗാർഡനിൽ നിന്ന് അങ്ങ് തുടങ്ങാം അല്ലേ. അപ്പം ഇവിടെ ഇങ്ങനെ പോകുമ്പം ഇവിടെ ഞാൻ കാണിച്ച് വന്നില്ല. ഇവിടെ ഒത്തിരി നിറച്ച് പൂവുണ്ടായിരുന്നു, പക്ഷെ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. എനിക്കതിന് സമയം കിട്ടിയില്ലതേ. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നല്ല ഒരു പൂക്കളുള്ള ഈ ചെടി ഇവിടെ നിറച്ച് ട്യൂലിപ്സ് ആയിരുന്നല്ലോ. അപ്പോൾ ട്യൂലിപ്സ് എല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞു. അപ്പം പിന്നെ ഉണ്ടാകാതെ അടുത്ത സെറ്റാണ്. ഈ ഓരോ പൂക്കളും കഴിയുമ്പോൾ അടുത്തടുത്ത സെറ്റ് ഉണ്ടാവും. ഇത് ബ്ലൂ ബെൽസ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതുണ്ട ഇങ്ങനെ. അപ്പം ഇത് ഇങ്ങനെ 1 2 3 4 ചുവടുണ്ട് കേട്ടോ. ഇത് കണ്ട, അതിൻ്റെ ഭംഗിയൊക്കെ പോയി കഴിഞ്ഞു ഇപ്പം. കാരണം അത് ഞാൻ വീഡിയോ എടുക്കാൻ താമസിച്ചു പോയി. പിന്നെ നമ്മുടെ ഇതൊക്കെ എനിക്ക് എൻ്റെ ഭജനയ്ക്കോ ഒരു സമയത്ത് എൻ്റെ ബർത്ത്ഡേക്കോ വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ കിട്ടിയ ഇൻഡോർ റോസയായിരുന്നു. പക്ഷേ അതൊക്കെ ഞങ്ങളോട് കുഴിച്ച് വെച്ചത്. ഇതൊക്കെ അതെ ഇൻഡോർ റോസയായിരുന്നു. അതും ഇതിനെക്കൂടെ കുഴിച്ച് വെച്ചതാണ്. പിന്നെ ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞ ഒരു ചെടിയും പൂവാണ് ഇത് കണ്ട. ഇത് നിറയെ കൊല കുത്തിൻ്റെ പേരൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. പക്ഷേ ഇതിന് നല്ല മണമാട്ടോ. നല്ല മണമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മണമൊക്കെ കിട്ടി തുടങ്ങിയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാൻ ഇതിങ്ങനെ പിടിച്ചാൽ ഒടിഞ്ഞു പോകുമെന്നൊരു സംശയമുണ്ട്. അപ്പം ഞാനിങ്ങനെ കണ്ട അതിൻ്റെ ഇത് നല്ല ഭംഗിയാണ്. നമ്മുടെ ഈ നാട്ടിലത്തെ വേറെ ഏതോ ഒരു പൂവില്ലേ, ഇതിങ്ങനെ ഒരു കൊല ഇങ്ങനെ ഒടിച്ചിട്ട് തലയിലേക്ക് വെച്ച് നിറച്ചായി. നമ്മളിവിടെ അങ്ങനെയൊന്നും വെക്കത്തില്ലല്ലോ. ഇതുണ്ട നല്ല ഭംഗിയില്ലേ.
അങ്ങനെ ഇവിടെയുണ്ട് കുറേ. പിന്നെ നമ്മുടെ ഈ റോസയിലെല്ലാം നിറച്ച് മുട്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു ക്ലൈമ്പിംഗ് റോസയാണ്, ഞാനത് baker.com നിന്ന് മേടിച്ചത് കേട്ടോ ഇത്. പിന്നെ ഇത് ഷൈനി ചേച്ചി എന്ന ചെടിയാണ്, റോസയാണ്. നിറയെ മുട്ടുണ്ട്. എത്ര മുട്ട ഉണ്ടെന്ന് എനിക്ക് എണ്ണാൻ പറ്റത്തില്ല, അതുപോലെ മുട്ട കേട്ടോ ഇത് മൊത്തം. പിന്നെ നമ്മുടെ ഇവിടെയുള്ള ഒരു സഹാവിനെ കാണിച്ചിട്ട്, സഹാവ് ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് മഞ്ഞ റോസയുണ്ട്, ചുമല റോസയുണ്ട്, അത്തരമൊക്കെ നിറച്ച് മുട്ടാണ് ഇവിടെ. പിന്നെ ഇതിനകത്ത് മുല്ലയുണ്ട്, കണ്ടോ ഇതെല്ലാം നിറച്ചിങ്ങനെ മുട്ടിട്ടിട്ടുണ്ടേ, കണ്ടോ മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ ഒരു സഹാവിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്കണേ, ആ പുള്ളി അവിടെ പോയി നിൽക്കണം. എൻ്റെ നിപ്പ് കണ്ടോ നിങ്ങൾ, കണ്ടോ കാണാവോ? ആ റോസയാണത്, കണ്ടോ? അപ്പം ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ട് ഏറ്റവും മുകളിലാണത്, അതുകൊണ്ടാണേ, കണ്ടോ? അപ്പം അതിനകത്ത് 2 ടൈപ്പ് ജാസ്മീനും റോസയും എല്ലാം കൂടെയാണ് നമ്മൾ കയറ്റി വിട്ടേക്കുന്നത്. കണ്ടോ, നല്ല ചെറിയ തണുത്ത കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. വലിയ കാറ്റൊന്നുമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് നമ്മളെ ചൂടിൻ്റെ അകത്ത് കിട്ടുന്ന ഇളം തന്നലില്ല, അതാണിത്. അപ്പം ഇത് കണ്ടോ, നമ്മളെ ആ റോസ അതിലോക്കടതേ പോയിട്ട് അവിടെ നിൽക്കണം. കണ്ടോ, നമ്മുടെ റോസയാണ്. ആ കമ്പൊന്നും എടുത്ത് ഇങ്ങോട്ട് തരാവുന്നതിന് കെട്ടിയതിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ റോസ അവരുടെ വാതിലിൻ്റെ ഇടയിലേക്ക് പോയി നിൽക്കുവാണേ. അപ്പം അത് ഇനി ഇങ്ങോട്ട് എടുത്തില്ലേ, അവർക്കെങ്ങാനും ശല്യമായിട്ട് അതെങ്ങാനും ഒടിച്ചു പോയി എനിക്ക് ഭയങ്കര വിഷമം വരും. അപ്പം പുള്ളി എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഒരു 3-4 റോസപ്പൂ ഉണ്ട് അവിടെ, നമുക്ക് കാണാമോ? ഞാൻ പറയുന്നത് ഏതാണെന്ന്, ഇതാണ് ആ പറഞ്ഞത് റോസപ്പൂ. കണ്ടോ, 1 2 3 4 5 എണ്ണം ഉണ്ട് അത്. ഓക്കെ, ആ മൂലയിൽ. പിന്നെ നമുക്ക് വേണ്ട ഇങ്ങോട്ട് പോകാം. ഇവിടെ നിന്ന് വന്നിട്ട് നമുക്ക് അതിൽ കൂടെ ഇറങ്ങി വന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പം ഇത് നമ്മുടെ സ്ട്രോബെറി എല്ലാം നിറച്ചും പൂവിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്നാ പറയുന്നത്, പുതിനയുടെ ഇലയെല്ലാം ഇവിടെ ഇങ്ങനെ, പുതിനയെല്ലാം ഇവിടെ ഇങ്ങനെ മുളച്ചിപ്പളാണ് വരുന്നുണ്ട്. അത് ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് മുളച്ച് വരും കേട്ടോ. ഇത് അതുപോലെ തന്നെ ഇത് കണ്ടോ, സ്ട്രോബെറിയുടെ പൂവാണ്, എന്ത് ഭംഗിയാണ് മറ്റേ കണ്ടോ. അപ്പം മൊത്തം സ്ട്രോബെറിയാണ്, സ്ട്രോബെറിയുടെ. പിന്നെ ഇവിടെ നമ്മൾ നട്ടേക്കാം നമ്മുടെ സബോളയൊക്കെ പതുക്കെ കിളുത്ത് വരുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ കാണാമോ? ഓ എൻ്റെ ദൈവമേ, ഈ ക്യാമറയെ കൊണ്ട് വിഷയമില്ല. ഈ കാണുന്നതാണ് നമ്മുടെ സബോളയില്ലേ, ഇത് നട്ട് വെച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്ത് സ്പിനേജ് ആണോ ബീട്രൂട്ടാണോ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഓരോ പ്രാവശ്യം നടന്നുകൊണ്ടാണ് നമ്മുടെ ഉള്ളിപ്പൂവ് കേട്ടോ. ഇത് ഉള്ളിപ്പൂവ് ഉണ്ടോ, ഉള്ളിപ്പൂവ്. പിന്നെ നമ്മുടെ ഈ റോസയിലൊക്കെ അത് നിറച്ച് മുട്ടുണ്ട് കേട്ടോ, നിറച്ച് മുട്ടുണ്ട്. ഇത്ര പൂവുണ്ടായി കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അത് ഞാൻ വേറെ ദിവസം അപ്ഡേറ്റ് ആയിട്ട് വരാം. ഭാഗ്യത്തിന് ഡ്യൂട്ടിയൊക്കെ ഓക്കെ ആണെങ്കിൽ കേട്ടോ. എല്ലാ ദിവസവും ഓരോരോ അങ്ങനെ സ്ട്രോബെറിലേക്ക് പോകും. പിന്നെ ഇവിടെ കുറേ നമ്മുടെ റോസയുണ്ട്. റോസയിലൊക്കെ മുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് നിറച്ച് മുട്ടുണ്ടായിട്ടുണ്ട്. കേട്ടോ, ഈ സ്പൈഡറിനെ കൊണ്ട് രക്ഷയില്ല. അയ്യോ, ഈ പൂ ഒരു വരി വെള്ളറിപ്പോയല്ലോ. കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളെ വേറൊരു പൂ കാണിക്കാവേ. ഇവിടെ നിന്നൊരു ഇത് കണ്ടോ, ഇതാ സെയിം നമ്മളെ കാണിച്ചത് തന്നെയാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഒരു പൂ കാണിക്കാവേ. ഇത് ടുലിപ്സ് പോലത്തെ ഒരു സാധനമാണ്, പക്ഷേ ഇത് വേറൊരു ഡിഫറെൻറ്റ് കളർ. 2 എണ്ണം ഉണ്ട് കേട്ടോ, അവിടെ 2 എണ്ണം നിൽപ്പുണ്ടേ. കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കണ്ടോ. പിന്നെ ഇത് ഇത്രയൊക്കെ പൂ ഉണ്ടായി വരും ഇനി. പിന്നെ നമ്മുടെ ചെറിപ്പഴം അപ്പം ഞാൻ നിങ്ങളതിൻ്റെ പൂവൊക്കെ കാണിച്ചു തരുന്നുള്ളത്. പൂവൊക്കെ പൊഴിഞ്ഞ് പോയി തുടങ്ങി. ഇനി നേരത്തേതുണ്ടായ ചെറുപ്പഴമാട്ടോ അത്. അപ്പം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയൊന്നും താഴെ ഉണ്ടായില്ല. ഈ പ്രാവശ്യം ചെറുപ്പഴമൊക്കെ ഇവിടെ താഴെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഉണ്ടായിട്ടുണ്ട്, കണ്ടോ, അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ സൈഡിലെല്ലാം ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ കാണിക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ ആവോ? കണ്ടോ, അവിടെ ഇവിടെ എല്ലാം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്ലൂബെൽസും അതൊക്കെ കാര്യങ്ങളൊക്കെയാണ്. ഈ റോസയിലെ ഇവിടെയും നമ്മുടെ ചാച്ചാ നെഹ്റുവിൻ്റെ റോസപ്പൂക്കളാണ് കേട്ടോ. ഇന്നുണ്ടോ,
ചാച്ചാ നെഹ്റുവിൻ്റെ റോസപ്പൂക്കള ചാച്ചാ നെഹ്റുവിൻ്റെ നമ്മുടെ ഉടുപ്പയിലേക്ക് കുത്തിവെക്കണം ആ റോസപ്പൂക്കളുടെ. പിന്നെ ഇവിടെയൊന്നും ചിലത് മൊട്ടൊന്നും ആയിട്ടില്ല, ഇവിടേക്ക് ഉണ്ടായി വരുന്നത്. നമ്മൾ പ്ലാസ്റ്റിക് ബാഗിലൊക്കെ മണ്ണൊക്കെ നിറച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ എൻ്റെ സോളാർ ലൈറ്റ് നിങ്ങളിവിടെ സ്ഥാപിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഇതാട്ടോ ആ വള്ളി. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സ്ട്രോബെറിയുടെ ഇതൊക്കെ തന്നെയാണ്, പൂക്കളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ എന്നാ പയറ പീസ് കണ്ടോ, പീസ് അതാണേ. അപ്പം അതിൻ്റെ വള്ളിയൊക്കെ പതുക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതിന് വള്ളിയൊക്കെ ഇട്ടത് ഇനി കമ്പൊക്കെ കുത്തി വെക്കണം. ഓക്കെ, കണ്ടോ. പിന്നെ നമ്മൾ അന്ന് അവിടെ കൊണ്ട് കുഴിച്ച് വെച്ചാൽ എൻ്റെ പഴയ സ്പ്രിംഗ് ഒനിയനാണത്, കണ്ടോ. അത് ഇങ്ങനെ വളഞ്ഞ് മുളിഞ്ഞൊക്കെ നിൽക്കുന്നു. ഇത് പിന്നെ നമ്മുടെ ഇവിടെ നമുക്ക് ബീട്രൂട്ട് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, ക്യാബേജ് ഉണ്ട്. ഇത് മൊത്തം റാഡിഷാണ് നിൽക്കുന്നത് കേട്ടോ, കണ്ടോ. അത് റാഡിഷും കോളിഫ്ലവറും ഒക്കെ കാര്യങ്ങൾ. അത് നല്ല വെയിലാണേ. ഇത് നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളോട് എപ്പോഴും കാണിക്കുന്നത് കരിമ്പ് പോലെ ഉണ്ടായി വന്നേക്കുവാണ്. ഇത് നമ്മുടെ ഗാർലിക്കാണ്. ഞാൻ വീട്ടിൽ വെച്ച് മുളപ്പിച്ച് ഉണ്ടാക്കിയതാണിത്. അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു ഇതാർക്കെങ്കിലും ഗാർലിക് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്നെ കുറേ കളിയാക്കി. കുറച്ച് പേര് എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഇട്ടൊരു കണ്ടിട്ടുണ്ട്. അവർക്കുള്ളൊരു മറുപടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇത് നമ്മുടെ സ്പിനേജ് ഭയങ്കര വലിയ കമ്പനായിട്ട് പൊങ്ങി വന്നു. ഇങ്ങനെയാണ് നമ്മൾ വിത്തെടുത്ത് വെക്കുന്നുണ്ട് സ്പിനേജിൻ്റെ. ഇത് കണ്ട, ഇതിങ്ങനെ വിത്തായിട്ട് വരും. എന്നിട്ട് നമ്മൾ ഉണക്കിയിട്ടാണ് ഇത് കുഴിച്ച് വെക്കുന്നത്. ഇത് 2 വർഷമായിട്ട് വഴക്കമുള്ളതാണ് ഇവരൊക്കെ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഒടിച്ചൊടിച്ച് ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് അത് ചീത്തയൊന്നും ആയി പോയില്ലായിരുന്നു. അപ്പോൾ സ്പിനേജ്, പിന്നെ അവിടെ നമ്മുടെ റോസ എല്ലാം ഇങ്ങനെ നിറയെ, നിങ്ങൾക്ക് കാണാമെന്നറിയില്ല, ഞാൻ സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ, മൊട്ട് നിറയെ മൊട്ടായിട്ടുണ്ട്. അപ്പോൾ ദൂരം മൊട്ടുണ്ടെന്ന് പറയും. ഇതങ്ങ് പൂവായി കഴിയുമ്പോഴത്തേനും അടിപൊളിയായിരിക്കും. കണ്ടോ, അവിടെ നിറയെ മൊട്ടാണേ. പിന്നെ അവിടെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, അവിടെ എൻ്റെ ഒരു കണിക്കൊന്ന പോലത്തെ ഒരു പൂവാന്ന് പറഞ്ഞേ ചെടി, അത് മൊത്തം പോയിട്ടോ, അതൊക്കെ തീർന്നു. ഇനി അതിൻ്റെ സീസൺ കഴിഞ്ഞു. ഇനി നമ്മുടെ അവിടെ ഗ്രേപ്സ് അന്ന് ഉണങ്ങി നിൽക്കുമല്ലായിരുന്നത്. ഇലയൊക്കെ പതുക്കെ കിളുത്ത് വരുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് സ്റ്റേജ് അങ്ങനെ കാണിച്ചിരുന്നത്. അതിനകത്ത് പതുക്കെ മുന്തിരിങ്ങ ഇവിടെ നിങ്ങൾക്ക് കാണാമോ, ഭയങ്കര വെയിലാണ്. അതേനെ കണ്ടോ, മുന്തിരിങ്ങ പതുക്കെ ഉണ്ടായി വരുന്നുണ്ട് മുന്തിരിങ്ങയുടെ, കണ്ടോ. അപ്പോൾ ഇതാണ് മുന്തിരിയുടെ അപ്ഡേറ്റ്സ്. ഓക്കെ, പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഞാനിങ്ങനെ കിളുത്ത് ഇങ്ങനെ കൊണ്ടിടുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഉണ്ടായിരുന്നു, ഈ വർഷത്തെ ഞാൻ കൊണ്ട് കുഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അധികം വലിയ ഈ മുന്തിരിങ്ങ അങ്ങോട്ട് കുറച്ച് നിറയെ ഇലയും പുതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിനാണെങ്കിൽ വലിയ വെളിച്ചം ഇട്ടൊന്നും കിട്ടത്തില്ല. വേറെ ഒരു ചെടി ഇവിടെ കൊണ്ട് കുഴിച്ച് വെക്കാൻ വേണ്ടി പറ്റത്തില്ല. അത് കാരണമാണ് ഞാൻ ഉരുളക്കിഴങ്ങ് ഇവിടെ കൊണ്ട് കുഴിച്ച് വെച്ചേക്കുന്നത്. കാരണം ഉരുളക്കിഴങ്ങ് ഏത് ലോകത്ത് കൊണ്ട് കുഴിച്ച് വെച്ചാലും അവിടുന്ന് എല്ലാം അത് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വലിച്ച് ഊറ്റിയെടുക്കുന്നതാണ്. ചില ആൾക്കാരെ പോലെ മറ്റുള്ളവരുടെ നീരും സത്തും എന്ന് പറയുന്ന അച്ഛനമ്മമാരുടെയൊക്കെ ചിലർ അങ്ങനെയല്ല, പിള്ളേരെ ചില ആൾക്കാരൊക്കെ എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് അച്ഛനമ്മമാരെ കൊണ്ട് ഉപേക്ഷിക്കുന്നത് പോലെ ഈ പൊറ്റേറ്റോ എവിടെ കൊണ്ട് കുഴിച്ച് വെച്ചാലും അവർ മറ്റുള്ളവരുടെ ഭക്ഷണം കൂടെ തട്ടിയെടുത്ത് അവർ വളരും. അത് കാരണം ഞാൻ അതിനെ ഏറ്റവും ആ സ്ഥലത്താണ് കൊണ്ട് കുഴിച്ച് വെച്ചേക്കണേ. അപ്പോൾ നമ്മുടെ മുന്തിരിങ്ങായും മരങ്ങളും ഒക്കെ അവിടെ തന്നെയാണ്. പിന്നെ നമ്മുടെ വേറൊരു റോസയാണിത്, കണ്ട. അതിൻ്റെ അകത്തും ഒരു നല്ല അടിപൊളി 2 പൂവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട, അടിപൊളി പൂവാണ്. നിറയെ മുട്ടുണ്ട്, കണ്ട, നിറയെ മുട്ടുണ്ട് അതിൻ്റെ അകത്ത്. അങ്ങനെ അതിനകത്തൊരു പൂക്കളെല്ലാം തേൻ നുകരാൻ വരുന്നു. പക്ഷേ പിന്നെ നിങ്ങൾ ലാസ്റ്റ് കണ്ടപ്പോൾ എൻ്റെ ആപ്പിളെ നിറച്ചും പൂവും, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കണ്ടപ്പം ആപ്പിളെ നിറച്ച് പൂവായിരുന്നു, അത് കഴിഞ്ഞ് ആപ്പിളയിൽ നിന്ന് പൂവല്ല പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ ആ പൂവിൽ നിന്ന് വേണ്ട നമ്മുടെ ആപ്പിൾ ഇവിടെ ഉണ്ടായി റെഡി ആയിട്ടുണ്ട്, കണ്ട. അപ്പോൾ നമ്മുടെ ആപ്പിളുകളെല്ലാം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് വരുന്നു. ഓക്കെ, കണ്ട. അങ്ങനെ നിറച്ചും ആപ്പിളാണ് ഇവിടെയെല്ലാം, കണ്ട. പതുക്കെ മുഴുത്ത് വരുന്നുണ്ട്, കണ്ട. അങ്ങനെ ഇതിനൊക്കെ ഇച്ചിരി സ്പ്രേ അടിക്കണം, അല്ലെങ്കിൽ ഇത് മൊത്തം നശിപ്പിക്കും. ഇവിടുത്തെ പ്രാണികൾ ഉറുമ്പുകളും എല്ലാം
പിന്നെ ഇത് വേറൊരു വലിയ റോസയാണ് കേട്ടോ. ഇത് ആക്ച്വലി കാട്ടുവെള്ളയാണ്, പക്ഷെ നല്ല ഭംഗിയായിട്ട് നമ്മളിവിടെ വെട്ടാതെ വെച്ചേക്കും. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. പക്ഷേ ഇതിന് പറിച്ച് കളയണം. അതിൻ്റെ പൂക്കൾ പോയി കഴിയുമ്പോൾ വേണം പറിച്ച് കളയാൻ. പിന്നെ ഞാനിവിടെ നട്ടേക്കുന്നത് എൻ്റെ കോളിഫ്ലവറും പടവലങ്ങായോ മത്തങ്ങായോ ഒക്കെ ഞാനിവിടെ നട്ടേക്കുന്നതാണ്. ഇതും അതെ, എൻ്റെ പടവലങ്ങ, മത്തങ്ങ, ഇത് കോളിഫ്ലവറാട്ടോ. ക്യാബേജ് സോറി. പിന്നെ അത് ഇതിൻ്റെ ഇടയിലും കുറച്ച് സ്ട്രോബെറി കൊണ്ട് നട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെയർ ഇവിടെ നിറച്ച് മുറുമ്പും പുഴും ഒക്കെ ഇങ്ങോട്ട് പെട്ടെന്ന് കയറിയാൽ എനിക്കതിന് സ്പ്രേ എല്ലാം ഒഴിച്ചതിന് ശരിയാക്കണം. അതെ, അതിൻ്റെ അകത്ത് പെയർ വേണ്ട കാണാമോ? ഇത് എന്താ, ഇതാണ് ഇതിൻ്റെ അപ്ഡേറ്റ്സ്. പിന്നെ റോസയൊക്കെ അത് നിറച്ചിങ്ങനെ തളുത്ത് വരുന്നു. അതിനകത്ത് മുട്ടൊന്നും ആയില്ല അതുവരെ. അത് അടുത്ത അപ്ഡേറ്റ്സിൽ കാണിക്കാം. പിന്നെ നമ്മൾ മലയാളിക്കടയിൽ നിന്ന് മേടിച്ച ചുവന്നുള്ളി മുളപ്പിച്ച് ഇവിടെ കൊണ്ടിങ്ങനെ കുഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറിച്ചെടുത്ത എൻ്റെ കോളിഫ്ലവറും കാര്യങ്ങളും ഒക്കെയാണിത്. എന്താ ഓരോന്നിൻ്റെ ഓക്കെ. പിന്നെ എന്നാ പറയുന്നത്, പിന്നെ ഈ സൈഡിലും അതൊക്കെ തന്നെയാണ്. ഞാൻ ഇവിടെയൊക്കെ പയറൊക്കെ കാണിക്കാം. ഇവിടെയൊക്കെ ഓരോന്നൊക്കെ നട്ട് വെച്ചേക്കുന്ന കേട്ടോ. പിന്നെ നമ്മുടെ പയറുകളെല്ലാം എന്തേ വള്ളിയൊക്കെ ആയി വരുന്നു. ഇതുകൊണ്ടോ, പിന്നെ പയറുകളെല്ലാം. പിന്നെ നമ്മുടെ വാട്ടർ ബട്ടറി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പം ഞാൻ എന്നിട്ട് ഇവന്മാരെ ഒരു ഫോട്ടോ എടുക്കട്ടെ. അവന്മാർക്കും വിഷമം തോന്നത്തില്ല, അവന്മാർക്ക് ഇവന്മാരെ ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഉദാഹരണമാണ്. പിന്നെ നമ്മുടേത് മല്ലിയിലെല്ലാം നിറച്ച് പൂവുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ മല്ലിയുടെ കൃഷിയെല്ലാം ഞാൻ വിശദമായിട്ട് എങ്ങനെയാണ് നടുന്നതെന്നും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ നോക്കുക കേട്ടോ. മല്ലിയും ചീരയൊക്കെ ഉണ്ട്. ഈ ചീരയ്ക്ക് ഭയങ്കര താമസമാണ് കിളുത്ത് വരാനായിട്ട്, ഭയങ്കര ബുദ്ധിമുട്ട്. ഇവന്മാർ ഭയങ്കര നമ്മളുടെ ക്ഷമയുടെ നെല്ലിപ്പല കാണിക്കും. അതാണ് ഇവിടെയുണ്ട്. അത് എത്ര നാളായെന്നറിയാം ഇത് കിളിപ്പിച്ച് വെച്ചിട്ട്, പക്ഷെ അതൊന്നും വലുതാവുന്നില്ല. അതാണ് ഭയങ്കര പാടാണ് ഇവന്മാരെ കൊണ്ട്, ഒരു രക്ഷയില്ല. അതെ, ഇതൊക്കെയാണ് നമ്മുടെ പച്ചക്കറികളുടെ വിശേഷങ്ങളൊക്കെ. ഇങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് അവിടെ എൻ്റെ കുറച്ച് ബന്ദിയും ക്യാപ്സിക്കം അങ്ങനെയൊക്കെ ഞാൻ കൊണ്ട് കുഴിച്ച് വെച്ചിട്ടുണ്ട്. അതെ, ഒറിഗാനോ, പച്ചച്ചീര, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ക്യാപ്സിക്കാണ്. പിന്നെ ഇതിൻ്റെ സൺഫ്ലവറിൻ്റെ ഓർക്കുന്നുണ്ടല്ലോ ഞാൻ കുഴിച്ച് വെച്ചത്, അതാണ്. പിന്നെ ഇത് നമ്മുടെ എന്താണ് പെരിഞ്ജീരകം കേട്ടോ, പെരിഞ്ജീരകം. പിന്നെ ഇത് ഓരോന്നൊക്കെ അതിൻ്റെയൊക്കെ എന്നൊക്കെയാണെന്ന് ഞാൻ തന്നെ മറന്നുപോയി സത്യം പറഞ്ഞാൽ. ഏതാണ്ടൊക്കെ ഞാൻ കുഴിച്ച് വെച്ചതാണ്. ഇതൊക്കെ എനിക്ക് കിളുത്ത് വരുമ്പോഴേ അറിയത്തുള്ളൂ എന്തൊക്കെയായിരുന്നു, ഞാൻ മറന്നുപോയി. കാരണം ഇതിൻ്റെയൊക്കെ ലേബലൊക്കെ ഒട്ടിച്ച് വെച്ചിരുന്നു. ലേബലൊക്കെ എൻ്റെ കണവൻസ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് നോക്കുമ്പോൾ ഇതെല്ലാം പോകും. ഇത്തലൊന്നും കിളുത്ത് വന്നില്ല. ഇതെൻ്റെ വെള്ളരിയും എങ്ങാണ്ടൊക്കെ ആയിരുന്നു. അതിൻ്റെ അരി മുകളിൽ വന്ന് കിടപ്പുണ്ട്. ഇത് ബന്ദിയായിരുന്നു. ഒത്തിരി നാളായി ഞാനിത് കുഴിച്ച് വെച്ചിട്ട്. എന്നാണ് 29/3 ഞാൻ കുഴിച്ച് വെച്ചത് കേട്ടോ. 29/3. ഇപ്പം എത്ര നാളത് പോയി. ഇനി കടയിൽ നിന്ന് ഇനി ബന്ദിയങ്ങാനും മേടിച്ച് കുഴിച്ച് വെച്ചാലത് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു. ഇന്നപ്പോൾ ഇന്നലെ അത് പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് ഇത്രയും ദിവസം കിളുത്ത് വന്നിട്ടില്ല. ഇന്ന് ഞാൻ നോക്കിയപ്പോഴത്തേനും അത് കിളുത്ത് വന്നിട്ടുണ്ട്. എനിവേ കൊള്ളാം. ഇവിടെ ഏതാണ്ടൊക്കെ ഞാൻ നട്ടതാണ്. ഇതെല്ലാം പോയിന്ന് വിചാരിച്ചു. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ പതുക്കെ ഓരോ പൊട്ടിക്കിളുക്കുന്നുണ്ട്. നമ്മുടെ തക്കാളിയാണ്. തക്കാളി ഒരെണ്ണം മാത്രമേ എനിക്ക് മുഴുത്തായി വന്നുള്ളൂ. ഇപ്പോഴാണ് ഇതൊക്കെ വരുന്നത്. ഈ വർഷത്തെ വെതർ ഭയങ്കര പാടാണ്. ഇതിനകത്ത് ഞാൻ എന്നെ നട്ടേന്ന് പോയി സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. ഇത് എന്തുമായിരുന്നു ഞാൻ നട്ടേ, ദൈവമേ എന്നാന്ന് നമ്മൾ പറഞ്ഞു. ഇത് കുറച്ചും കൂടെ കിളുത്ത് വരുമ്പോൾ നമുക്കറിയാം. അങ്ങനെ ഇത് ഞാൻ തിരുഹൃദയമൊക്കെ നട്ടായിരുന്നു. ഒന്നും കിളുത്ത് വന്നില്ല ഇതുവരെ. നോക്കാം, അവിടെ നിന്ന് എന്തോ കിളുത്ത് വരുന്നുണ്ട്, നോക്കട്ടെ. അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പച്ചക്കറി വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ ഈ ഫ്രിഡ്ജിൽ നമ്മുടെ ഫിഷ് അമിനോസിഡും ബനാന ഫെർട്ടിലൈസറും എല്ലാം ഇവിടെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇരിക്കുന്നു അതൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെയുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ, സംഭവങ്ങൾ എല്ലാം ഉണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, പുറകിലത്തെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പോയാൽ നമ്മുടെ നെല്ലിക്ക ചേട്ടനെ കാണിക്കാം. അവനെന്തെങ്കിലും വിഷമാകത്തില്ലേ. ഇവിടെയും പിന്നെ സ്ട്രോബെറികളെല്ലാം നിറച്ച് പൂട്ടിട്ടുണ്ട് കേട്ടോ. നെല്ലിക്കാനെ പിന്നെ നമ്മുടെ അന്ന് ഞാൻ കുഴിച്ച് വെച്ച റോസ്മേരി കേട്ടോ ഇരിക്കുന്നത്. എല്ലാം കിളുത്ത് വരുന്നുണ്ട്. നെല്ലിക്കയിൽ നിറച്ച് മുഴുത്ത നെല്ലിക്ക കണ്ടോ നിങ്ങൾ? കണ്ടോ നെല്ലിക്ക? പഴുത്തിട്ടില്ല.
എന്നാലും കുഴപ്പമില്ല. ഇതിന് നിറച്ചുണ്ട് കേട്ടോ, മുള്ളുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും. നാളെ എനിക്ക് ഡ്യൂട്ടി ഉള്ളൂ. ആ പേഷ്യൻ്റെ അടുത്തൊക്കെ പോകേണ്ടതേ. ഇത് കണ്ട നെല്ലിക്ക സൂപ്പറല്ലേ? അപ്പോൾ അതാണ് നെല്ലിക്ക. ഇതിൻ്റെയൊക്കെ സന്തോഷം ഒരു പ്രത്യേകതയാണ്. ആൾക്കാർ പറയും എന്നെക്കൊണ്ട് അങ്ങ് കഷ്ടപ്പെടാൻ മതി. പക്ഷെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടായി വരുമ്പോൾ എന്നാ സന്തോഷമാണെന്ന് പറയും. എനിക്ക് ഭയങ്കര ത്രില്ലാണ് ഇതൊക്കെ കഷ്ടപ്പെട്ട. എൻ്റെ അമ്മ പറയും ഞങ്ങൾ പറമ്പിൽ പോകും, ഞാൻ കുറച്ച് പണിയാൻ പോകുമെന്ന് പറയുമ്പോൾ ഏത് നേരം പണി അടുക്കള പറമ്പ് മാത്രമേ ഉള്ളൂ 2 പേർക്കെന്ന് പറയും. പക്ഷേ ഇത് പ്രത്യേക സുഖമാണ്. ഇത് കണ്ടോ നമ്മുടെ അപ്പൂപ്പന്താടി പോലെ. ഞാൻ കാണിച്ചു തരാവേ, പറപ്പിക്കട്ടെ. ഹായ്. എനിക്ക് ഭയങ്കര തുമ്മലും കാര്യങ്ങളൊക്കെയുള്ളതാണ്. ഇത് വെച്ചിട്ടാണ് ഇനി ബാക്കിയും കൂടെ തുമ്മാനായിട്ട് എനിക്ക് വയ്യ. ഓക്കെ, അപ്പം എന്നാ പറയുന്നേ, പിന്നെ ഞാനിവിടെ കുറേ ചീര മുഴുത്തു വന്ന ചീര ഞാനിവിടെ കുഴിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് സബോളയൊക്കെ കൊണ്ട് ഇട്ടതാട്ടോ. പിന്നെ ദേ നമ്മുടെ പയറുകൾ കുഴിച്ച് വെച്ചതാണ് ഇതൊക്കെ. പയറുകളെല്ലാം കുഴിച്ച് വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ പ്രാണികളുടെയൊക്കെ ഇതിൽപ്പെടാതെ ഇരുന്ന നമ്മുടെ ഭാഗ്യം. പിന്നെ നമ്മുടെ ബീട്രൂട്ടൊക്കെ കുഴിച്ച് വെച്ചേക്കുന്നതാണിത്. പിന്നെ അവിടെ ക്യാരറ്റ് ഞാൻ പാകിയിട്ടുണ്ട്. കിളുത്ത് എപ്പം വരുമെന്നൊന്നും അറിയത്തില്ല, കാരണം മറന്നുപോയത് ക്യാരറ്റ് പാകാൻ. അപ്പം അതങ്ങനെ. പിന്നെ നമ്മുടെ സ്പിനേജുകൾ ഞാൻ എപ്പോഴും പറിക്കുന്ന സ്പിനേജിൻ്റെ കൂട്ടം കേട്ടോ. അത് കാരണം ഇത് അത്രയും പൊക്കത്തിലാകാത്ത കാരണം എപ്പോഴും ഇത്രയെന്നാണ് പറിക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ക്ലൈമ്പിംഗ് റോസ, അത് നിറച്ചിൻ്റെ മുട്ടൊക്കെ ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. എന്താ കാണാമല്ലോ അല്ലേ? എനിക്ക് കാണാൻ മേല, കണ്ണ് കാണാൻ മേല, അതുകൊണ്ടാണ്. ഇതുണ്ടോ, ഇതാണ് ക്ലൈമ്പിംഗ് റോസ്. നല്ല റോസ് ഇതാണ്. ഇത്ര പൂവുണ്ടാകുമ്പോൾ ഞാൻ കാണിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ മെയ് മാസപ്പുലരി എന്ന് പറഞ്ഞ പോലെയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് കേട്ടോ ഇത്. അതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ബാഗുകളിലെല്ലാം തന്നെ ഞാൻ കാണിച്ചെന്ന് തോന്നുന്നു. ഇനി ഓരോന്നും ഇങ്ങനെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായി വരുമ്പോഴത്തേനും അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സൊക്കെ ഞാൻ കാണിക്കാം. ഇത് വേണ്ട, ഇത് വേറൊരു നിറച്ചും പൂവാണ്, നല്ല ഭംഗിയുണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഗാർഡനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, കഷ്ടപ്പെട്ടിട്ടത് എനിക്കറിയാമല്ലോ, ഞാനിതൊക്കെ നിങ്ങളെ കാണിച്ചു തന്നേ. ഞാൻ എഡിറ്റ് ചെയ്യുമ്പം വേണം നോക്കാതെ. അപ്പം ഇതിൽ നിറച്ച് റോസപ്പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. വേണ്ട, ഇവിടെയൊക്കെ അതേ നിറച്ച് മുട്ട ഉണ്ടായിട്ടുണ്ട്. നെയ്ത്തേൽ പതുക്കെ മുട്ടൊക്കെ ഉണ്ടായി തുടങ്ങി. ഇതിങ്ങനെ ഒരു ചുമല് നല്ല രസമുള്ള പൂവാണ് ഇത്. ഞാൻ എൻ്റെ കാണുമ്പം പിന്നെയും കുറേ മേടിച്ചു വന്നിട്ടുണ്ട്. ഈ റോസേ മുട്ട ഇവിടെ നെയ്ത്തേൽ പൂവുണ്ടായി, അത് മൊത്തം ഉണങ്ങിപ്പോയി. പിന്നെ ഇത് കണ്ടോ, അല്ലേ ഇവിടെയൊക്കെ അതേ കിളുത്ത് വരുന്നുണ്ട്. നിറച്ചും ചുമല പൂവുള്ളതാണ്. ഇതെല്ലാം കിളുത്ത് വരുന്നുണ്ട്. ഇത് പിങ്കാണ്, അവിടെയും കിളുത്ത് വരുന്നത്. ഇതൊക്കെ ഒടിച്ചിൻ്റെ കണവൻ കളഞ്ഞതാണ്. ഇതെല്ലാം ഇവിടെ കിളുത്ത് വരുന്നുണ്ട്. ഇതെൻ്റെ ജാസ്മിൻ. ഞാൻ പുള്ളിയോട് കുറേ വഴക്കിട്ട് പുള്ളി ഇതെല്ലാം പറിച്ച് കളഞ്ഞാൽ ഭാഗ്യം. അതെല്ലാം അവിടെ തന്നെ പിന്നെയും കിളുത്ത് വന്നു, അല്ലായിരുന്നു ഞാനവിടെ ശരിയാക്കിയത്. പിന്നെ ഇവിടെ ഒരു ചെമ്പരത്തി അങ്ങോട്ട് കുഴിച്ച് വെച്ചായിരുന്നു. അതിപ്പോൾ അതൊക്കെ കിളുത്ത് വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല അൽദിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗാർഡനിലെ വിശേഷങ്ങൾ. അപ്പോൾ ഞാനിത് മൊത്തം നിങ്ങളെ കാണിച്ചില്ല, ഞാൻ നോക്കട്ടെ. ഫ്രണ്ട് ഗാർഡനിലേക്ക് നമ്മൾ ഇറക്കുവാണ്. നമ്മളെ ചെമ്പരത്തിയാണ്, ഇത് ഇവിടുന്ന് മേടിച്ചതാണ് കേട്ടോ. ഇവിടുന്ന് മേടിച്ചതാണ്, നമ്മുടെ അൽദിയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പം ഇത് നിറച്ച് കട്ടപ്പൂണ്ടാകുന്നതാണ്. പിന്നെ നമ്മുടെ ഡാലി, അതുപോലെ പ്രാണികളെല്ലാം തിന്ന് കളഞ്ഞതാണ്. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ പൂക്കളും കായകളും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ളതാണ്. അത് റെഡിയായി വരുന്നു, അപ്പോൾ അത് കാണിക്കണ്ട. പിന്നെ ദേ ഇവിടെ നമ്മുടെ ഒരു റോസയാണ്. ദേ കണ്ടോ, നിറച്ച് മുട്ടൊക്കെ ഉണ്ടത്തിൽ. ഒരു ഡബിൾ ഷെയ്ഡാണ് കേട്ടോ ഇത്. കണ്ട നല്ല ഭംഗിയില്ലേ? ഇതുണ്ട നിറച്ച് ഇത്തരശ്ശേരി ഇതൊക്കെ കഴിഞ്ഞു കുറച്ച് നാളായി, കുറേ നാൾ നിൽക്കും കേട്ടോ. ഇതുകൊണ്ട് ഇതാണ് ഇങ്ങനെ മുട്ടുണ്ടായി വരുന്ന ഇതിൻ്റെ അവസ്ഥയെ. അത് കഴിഞ്ഞിട്ടാണ് ഇതിങ്ങനെ ആയി മാറുന്നത്. മുട്ട് കണ്ടോ, അതെങ്ങനെയാണ്, എന്നിട്ടാണ് ഇത് മാറുന്നത് കേട്ടോ.
അപ്പം ഇതാണ് ഒരു റോസ, അതൊരൊറ്റ റോസയാണ്. പിന്നെ ഇവിടെ വേറൊരു കാട്ട് റോസയുണ്ട്. ഇതിനകത്ത് വെള്ള പൂക്കളുണ്ടാകുന്നത്, അതുവരെ ആയിട്ടില്ല, അത് വരുമ്പോൾ കാണിക്കാം. പിന്നെ ഇത് 2 സൈഡിൽ ഇങ്ങനെ ഓരോ ചെമ്പരത്തി ഇങ്ങനെ വെച്ചേക്കും കേട്ടോ. ഞങ്ങൾ ആദ്യം വേറെ നമ്മൾ ടുലിപ്സ് ആയിരുന്നു, അത് മാറ്റിയെടുത്ത്. പിന്നെ ഇതൊരു ചുമല പൂക്കളുണ്ടാകുന്ന, നിങ്ങളെൻ്റെ ഗാർഡൻ വീഡിയോസ് കണ്ടാൽ അറിയാം. ഇത് നമ്മുടെ ഡാലിയാണ്. ഇതിൻ്റെ അകത്തെ പൂക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതോ എൻ്റെ റോസ് എൻ്റെ ഉടുപ്പെ പിടിക്കുന്നു. പിന്നെ ഇതേ നമ്മുടെ മുല്ലയും ചെമ്പരത്തിയും മുല്ലയും പിന്നെ നമ്മുടെ ബൊഗൻവില്ലയൊക്കെ ഞാനിവിടെ കൊണ്ട് കുഴിച്ച് നല്ല വെയിലുണ്ട്. ഇന്ന് 17 ഡിഗ്രി ഉണ്ട്. അത് കാരണം അതുകൊണ്ട് പുറത്ത് വെച്ചേക്കുവാണ്. ഇതാണ് ലാവൻഡർ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇത് എങ്ങനെയാണ്. ഇതാണ് ലാവൻഡർ, നല്ല മണമുള്ള ഒരു അപ്പം ഇതിൻ്റെ ഇലയ്ക്ക് നല്ല മണമുണ്ട് കേട്ടോ ആക്ച്വലി. അപ്പം ഉണ്ടോ ലാവൻഡർ, അത് ബട്ടർഫ്ലൈ, ജിയാൻ, ഇവിടെ പേരൊക്കെ ഞാനവിടെ വെച്ചിട്ടുണ്ട്. സ്ട്രെയിൻഷൻസ് കൊണ്ട് ആ മൂലയ്ക്ക് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നത് കണ്ടോ, അതാണേ. പിന്നെ ഇത് വേറൊരു പൂവാണ് കേട്ടോ. ഇതുണ്ടോ, ഇത് ഇവിടെയൊക്കെ കിളുത്ത് വന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ബൊഗൻവില്ല ആടിക്കളിക്കുന്നു പുള്ളിക്കാരൻ്റെ പേര് പറഞ്ഞപ്പം. അപ്പം അതങ്ങനെ. ഇത് നമ്മൾ എവിടെ നിന്നായിരുന്നു അവിടുന്ന് കൊണ്ടുവന്ന്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണത്. പിന്നെ നെയ്ത്തേൽ പൂക്കളൊന്നുമില്ല കേട്ടോ. ഇപ്പം പൂക്കളെല്ലാം തീർന്നു. ഇവിടെ എൻ്റെ സൺഫ്ലവർ ഞാൻ കുഴിച്ച് കൊണ്ടുവച്ചതാണ്. ബാക്കിയുടെ കൊണ്ട് കുഴിച്ച് വെക്കണം. പിന്നെ ഇവിടെ പുല്ലുണ്ടായി വന്നേക്കുന്നു. ഇതിനകത്തൊരു ബീട്രൂട്ട് ഉണ്ടായി വന്നേക്കണം. ഈ മണ്ണ് എടുത്തുകൊണ്ട് വന്ന പത്തിന്ന് വന്നേക്കണതാണേ. ഇവിടെ വേറൊരു നിറയെ പൂവുണ്ടാകുന്നൊരു ചെടിയാണ്. അത് ഇനി നിറച്ചുണ്ടാക്കി കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഉണ്ടോ നല്ല അടിപൊളി റോസ, അത് തന്നെയാണ്. അതും വേറെ റോസയാണ്. പിന്നെ കണ്ട അവിടെ നിറച്ച് പൂവുണ്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ട, ഇത് ഹൈഡ്രാഞ്ചിയാണ്. പിന്നെ ഇവിടുത്തെ വേറൊരു പൂവുണ്ടാകുന്ന ചെടിയാണ്. അതൊക്കെ പൂവുണ്ടാകുമ്പോൾ ഇതും വേറെ പൂവുണ്ടാകുന്നതാണ്. ഇതൊക്കെ കാണിക്കാം കേട്ടോ ആയി കഴിയുമ്പം. ഇവിടെയൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു റോസയുണ്ട്, ഇതും വേറെ പൂക്കളൊക്കെയാണ്. ഞാൻ കാണിക്കാം. വേണ്ട, ഇത് അങ്ങനെ കുറേ ചെടികളും പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ എന്താ പറയുക, അപ്പം എല്ലാം വേണം. അയ്യോ ഇതൊന്നും ഉണങ്ങിപ്പോയി. അയ്യോ ഇത് ചീഞ്ഞു പോയോ പാവ റോസ. അയ്യോ എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. കഷ്ടമായിപ്പോയി. അത് മൊത്തം എന്തോ വലുതായിരുന്നു. അയ്യോ അത് അപ്പടി അങ്ങ് ചീഞ്ഞു പോയി. കഷ്ടമായിപ്പോയല്ലോ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഗാർഡനിങ് വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കാൻ മറക്കരുത്. അപ്പം മറ്റുള്ളവർക്കൂടെ ഇതൊക്കെ കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ UK വരാൻ പറ്റുന്നില്ല. എങ്ങനെയൊക്കെയാണെങ്കിൽ ഇതൊക്കെ ഷെയർ ചെയ്തു അവരെയൊക്കെ കാണിക്കൂ. നേച്ചറും ചെടികളും പൂക്കളും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇതൊക്കെ ഇഷ്ടപ്പെടും. അപ്പം ബൈ ആൻഡ് ടേക്ക് കെയർ. Be safe, okay?